ഓൾ. ഇന്നത്തെ സബ്ജക്ട് ചെയിൻ റൂൾ ഫോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ പലതരത്തിലുള്ള ചെയിൻ റൂളുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ചെയിൻ റൂളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 2 വേരിയബിൾസ് ഉള്ള കേസും 3 വേരിയബിൾസ് ഉള്ള കേസുമാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. അത് എക്സിന്റെയും വൈ ആണ് അവിടുത്തെ വേരിയബിൾസ്. എക്സ് യുടെയും വിയുടെയും ഫംഗ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എഫ് എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണ്, എക്സ് യുവിന്റെയും വിയുടെയും ഫംഗ്ഷൻ ആണ്. ആ രീതിയിലാണ് നമുക്ക് ഒരു ഫംഗ്ഷൻസ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നാണ് ആദ്യത്തെ കേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ബി ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് വൈ ആൻഡ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി and y equal to y of uv be differentiable at uv, then the chain rule for partial derivatives dou f by dou u and dou f by dou v are given by dou f by dou u equal to dou f by dou u ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് x എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഇടയിലൂടെ മാത്രമേ യുയിലേക്ക് യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? എഫിൽ 2 വേരിയബിൾസ് ഉണ്ട്, അതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. dou f by dou x into then u, എക്സിനും 2 വേരിയബിൾസ് ഉണ്ട്, അതുകൊണ്ട് into dou x by dou y plus dou f by dou y into dou y by dou u. സിമിലർലി നമുക്ക് dou f by dou v എഴുതാം. അതെന്തായിരിക്കും അപ്പൊ കിട്ടുക? dou f by dou v equal to dou f by dou x into dou x by dou v plus dou f by dou y into dou y by dou v എന്ന് എഴുതാം. ഇനി ഇതേപോലെ തന്നെ 3 വേരിയബിൾസ് ഉള്ള കേസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ എഫ് എക്സ് വൈ സെഡിന്റെ ഫംഗ്ഷൻ ആണ്. ഇതിലുള്ള എക്സും വൈയും ഇസഡും യു വി ഡബ്ല്യു എന്നിവയുടെ ഫംഗ്ഷൻ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡോ എഫ് ബൈ ഡോ യു, ഡോ എഫ് ബൈ ഡോ വി, ഡോ എഫ് ബൈ ഡോ ഡബ്ല്യു എഴുതുന്നതെന്നാണ് സെക്കൻഡ് കേസ് നോക്കുന്നത്. അതായത് അതും ഞാൻ ഡയഗ്രാമാറ്റിക് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡിന്റെ ഫംഗ്ഷൻ ആണ്. എക്സും വൈയും ഇസഡും ഓരോന്നും യു വി ഡബ്ല്യുടെ എന്നീ വേരിയബിൾസിന്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഡോ എഫ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു, ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു, ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ യു. സിമിലർലി യു ക്യാൻ റൈറ്റ് ഡോ എഫ് ബൈ ഡോ വി ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി, ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി, ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി. അതുപോലെ മൂന്നാമത്തെ വേരിയബിളിനെയും നമുക്ക് അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചെയിൻ റൂൾ ഫോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്നത്. ടോട്ടൽ ഡെറിവേറ്റീവ്സിന്റെ ചെയിൻ റൂൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ, അതായത് നിങ്ങൾ +1 +2 ക്ലാസ്സുകളിൽ അത് പഠിച്ചു കാണും. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചെയിൻ റൂളും വരുന്നത്. ഇനി നമ്മളൊരു പ്രോബ്ലം എടുക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഗിവൺ ദാറ്റ് z ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വൈ, എക്സ് ഈക്വൽ ടു 2u plus v and y ഈക്വൽ ടു u by v. Find dou z by dou u and dou z by dou v using chain rule. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ഇസഡിന് എക്സും വൈയും ആണ് ഉള്ളത്. അപ്പൊ ഇസഡ് എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണ്. എക്സിൽ എന്തൊക്കെയാണുള്ളത്? യുവും വിയും ആണുള്ളത്. അപ്പൊ എക്സും വൈയും യുയുടെയും വിയുടെയും ഫംഗ്ഷൻ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡോ സെഡ് ബൈ ഡോ യുവും ഡോ സെഡ് ബൈ ഡോ വിയും ആണ്. അതായത് ഇത് അൾട്ടിമേറ്റ്ലി ഇസഡ് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? യുയുടെയും വിയുടെയും ഫംഗ്ഷൻ ആണ് എന്നുള്ളത് ഈ ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആണ്. ഇസഡ് എന്ന് പറയുന്നത് അവസാനം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തൊക്കെ വന്നാൽ യുയുടെ വിയുടെ ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല. നേരിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുന്നത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഇനി ഈ പറയുന്ന ഈ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അതിനകത്തേക്ക് പോവാം. അപ്പൊ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുമ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ആദ്യം വേണം. സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വൈ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. അപ്പൊ ഇ റേസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് വൈ തന്നെ. പിന്നെ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. അപ്പോൾ
എന്താവും y ഇൻറ്റു 1. ഇനി ഡോ എക്സ് ബൈ ഡോ യു വേണം. ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് എക്സ് ആണ്. അപ്പൊ ഇതിന് പാർഷ്യലി വിത്ത് റെസ്പെക്ട് യു ചെയ്യുമ്പോൾ വി കോൺസ്റ്റന്റ് ആണ്. ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ദാറ്റ് ഇസ് ഇ റൈസ് ടു എക്സ് വൈ ഇൻറ്റു, ഇനി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വേണം. ഇൻറ്റു എക്സ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ യു കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് വരും ഇവിടെ? ഇവിടെ 1 ബൈ വി, ഇതിൽ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 1 ബൈ വി ഇവിടെ കോൺസ്റ്റന്റ് ആണ്. യുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. അപ്പൊ ഡോ വൈ ബൈ ഡോ യു എന്ന് പറയുന്നത് 1 ബൈ വി ആണ്. അപ്പൊ നമുക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത് എന്താണ്? 2y e raised to xy plus x by v e raised to xy. ഇപ്പൊ ഇതിനകത്തൊക്കെ എക്സും വൈയും ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇതിനെ യുയിലും വിയിലും ഉള്ള ഫംഗ്ഷൻ ആയിട്ട് എഴുതണം. അപ്പോഴേ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസറിലേക്ക് വരുള്ളൂ. കാരണം z is a function of u and v എന്നാണ് അവസാനം വരുന്നത്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുമ്പോൾ യുയിലും വിയിലും ഉള്ള ഒരു ഫംഗ്ഷനാണ് നമുക്കത് പൂർത്തിയാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഇവിടെ വൈക്കും എക്സിനും ഇവിടെ തന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് യുയിലും വിയിലുമേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിലും ഇ റേസ് ടു എക്സ് വൈ കോമൺ ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു 2y പ്ലസ് എക്സ് ബൈ വി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കുറച്ച് സ്റ്റെപ്സ് സേവ് ചെയ്യാൻ പറ്റും. ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത്രയും വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പൊ ഇ ഇൻറ്റു ഇ റേസ് ടു എക്സിന് പകരം എന്ത് കൊടുക്കണം? 2u പ്ലസ് വി ഇൻറ്റു യു ബൈ വി ഇൻറ്റു 2y, y എന്ന് പറഞ്ഞാൽ യു ബൈ വി പ്ലസ് 2u പ്ലസ് വി ഡിവൈഡ് എക്സ് ബൈ വി എന്ന് പറയുന്നത്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എളുപ്പത്തിൽ. ഈ ബ്രാക്കറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ വി രണ്ടിനും കോമൺ ആണല്ലോ. അപ്പൊ നമുക്ക് 2u ബൈ വി എന്ന് എഴുതാം, വി ബൈ വി എന്നും എഴുതാം ഇവിടെ. അപ്പൊ ഈ 2u ബൈ വിയും 2u ബൈ വിയും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 4u ബൈ വി എന്ന് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അത് ക്ലിയർ ആവും. ആ രണ്ട് ടേമിലും വി കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയിരുന്നു. അത് രണ്ട് ടേമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്ത് 2u ബൈ വി 2u ബൈ വി വി ബൈ വി എന്ന് പറയും. വി ബൈ വി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാലോ, അത് ലൈക്ക് ടേംസ് അല്ലേ. അപ്പൊ 4u ബൈ വി എന്ന് വരും. 4u ബൈ വി പ്ലസ് 1. അപ്പൊ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുന്നത് 2u പ്ലസ് വി ഇൻറ്റു യു ബൈ വി ഇൻറ്റു 4u ബൈ വി പ്ലസ് 1. ഇതുപോലെ തന്നെ ഇസെഡ് ബൈ ഡോ വി കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം ചെയിൻ റൂൾ എഴുതാം. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. ഇനി ഈ പറയുന്ന ഫങ്ഷൻസിന്റെ വാല്യൂ ഈ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ സെഡ് ബൈ ഡോ എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു വൈ. ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറഞ്ഞാല് 1 ആണ്. അതുപോലെ ഇ റേസ് ടു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു എക്സ്. ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാല് നമുക്ക് വി എന്ന് പറഞ്ഞാല് യു ബൈ വി ആണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ യു ബൈ വി ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? യു കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു 1 ബൈ വിയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ വി സ്ക്വയർ. സോ ഇറ്റ് ബിക്കംസ് മൈനസ് യു ബൈ വി സ്ക്വയർ. Now in these two terms e raised to xy is common. You can take it as a common factor. e raised to xy into. അപ്പൊ ഇവിടെ y ബാക്കി വരും. y മൈനസ് ഇവിടെ x u ബൈ വി സ്ക്വയർ. ഇനി എന്താണ് ബാക്കിയുള്ളത്? എല്ലാത്തിനെയും യുവും വിയിലും ആക്കണം. അപ്പൊ എക്സിനും വൈക്കും ഒക്കെ പകരം യുടെയും വിയുടെയും എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ആ വാല്യൂസ് ഒക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇ റേസ് ടു എക്സ് വൈ, എക്സ് വൈ. ഇനി ഇവിടെ എന്താണ്? y മൈനസ് എക്സ് യു ബൈ വി സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ 2u പ്ലസ് വി ഇൻറ്റു യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് വി സ്ക്വയർ എൽസിയം ആണ്.
അത് എടുത്തു കഴിഞ്ഞാൽ യു വി മൈനസ് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, മൈനസ് 2u² മൈനസ് യു വി ബൈ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇപ്പൊ യുവിയും കട്ട് ചെയ്ത് പോയി. ബാക്കി വരുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈനസ് 2u² ബൈ വി സ്ക്വയർ ഇവിടെ വരും. പിന്നെ ഈ ഫാക്ടേഴ്സും വരും, ഈ ഫംഗ്ഷനും വരും. അപ്പൊ അതോടെ ചേർത്ത് എഴുതുമ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു വേറെ ടൈപ്പ് പ്രോബ്ലം ആണ്. ഇഫ് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ വൈ y by z, z by x. Show that x into dou u by dou x plus y into dou u by dou y plus z into dou u by dou z equal to 0. ഷോ ദാറ്റ് ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്തൊക്കെ വേറെയും ചില ഫംഗ്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ അതിനൊക്കെ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ലെറ്റ് ആർ ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് കൊടുക്കുക, എസ് വൈ ബൈ സെഡ് ആൻഡ് ടി ഇസെഡ് ബൈ എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ആർ എസ് ആൻഡ് ടി ആണെന്ന് കിട്ടി. ഈ ആർ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണ്. എസ് എന്ന് പറയുന്നത് വൈന്റെ ഇസെഡിന്റെയും ഫംഗ്ഷൻ ആണ്. അതുപോലെ ടി എന്ന് പറയുന്നത് ഇസെഡിന്റെയും എക്സിന്റെയും ഫംഗ്ഷൻ ആണ്. അതാണ് ഞാൻ ഇവിടെ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്ത് കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കൂ, ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് വേണം. യുവിൽ ഏതൊക്കെ ഫങ്ഷൻസ് ആണുള്ളത്? ആറും എസും ടിയും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ, ഇനി എക്സ് ഉള്ളത് ഏതൊക്കെയാണ്? ഇത് എസ്സിൽ എക്സ് ഇല്ല, അപ്പൊ നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തെടുത്താൽ മതി? ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. എന്തുകൊണ്ടാണ് നടുക്കത്തത് കളഞ്ഞത്? എസ് കളഞ്ഞത്. അതിൽ വൈ ഇസഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സ് കൊണ്ടല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കോളൂല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം എടുക്കാതിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡോ യു ബൈ ഡോ ആർ, ഡോ യു ബൈ ഡോ ആറിന് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതാണ് ഡോ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ആണ്. അപ്പൊ ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ വരിക? 1 ബൈ വൈ ഇൻറ്റു 1. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഡോ ടി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ ഇസഡ് കോൺസ്റ്റന്റ് ആണ്. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 1 ബൈ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ മൈനസ് ഇസഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ടി എന്ന് കിട്ടി. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ യു ബൈ ഡോ വൈ ആണ്. ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ വൈ ഉള്ള ഭാഗം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ടിക്കകത്ത് വൈ ഇല്ലല്ലോ, നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ. ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോ യു ബൈ ഡോ വൈക്കുള്ള എക്സ്പ്രഷൻ കിട്ടും. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാല് ഇതാണ് 6. അപ്പൊ ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാല് എക്സ് കോൺസ്റ്റന്റ്, എക്സ് ഇൻറ്റു 1 ബൈ വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ വൈ സ്ക്വയർ. ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ 1 ബൈ സെഡ് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ പ്ലസ് 1 ബൈ സെഡ് ഇൻറ്റു ഡോ യു ബൈ ഡോ എസ് എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഏതുകൂടി എഴുതണം? ഡോ യു ബൈ ഡോ ഇസഡ് എഴുതണം. ഡോ യു ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ
ഇസഡ് ഉള്ള ഭാഗം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ ആറിന്റെ ഭാഗം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ്. ഡോ ടി ബൈ ഡോ സെഡ്. ഇനി ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ സെഡ്. ഡോ എസ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാല് y കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു മൈനസ് 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാല് 1 ബൈ എക്സ് ഇൻറ്റു 1. അപ്പൊ 1 ബൈ എക്സ്. സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എസ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ ടി. മേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. നമുക്ക് ഇനി ചെയ്യേണ്ടത് എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ പ്ലസ് സെഡ് ഡോ യു ബൈ ഡോ സെഡ് ആണ്. ഇക്വേഷൻസ് 1, 2 and 3യിൽ നിന്ന് നമുക്ക് ഡോ യു ബൈ ഡോ എക്സിന്റെയും ഡോ യു ബൈ ഡോ വൈയുടെയും ഡോ യു ബൈ ഡോ സെഡിന്റെയും എക്സ്പ്രഷൻ കിട്ടും. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ആൻസർ എന്താണ് കിട്ടേണ്ടത്? 0 ആണ് കിട്ടേണ്ടത്. ഇനി അതേ എക്സ്പ്രഷൻസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ഇൻറ്റു 1 ബൈ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ മൈനസ് സെഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ടി പ്ലസ് വൈ ഇൻറ്റു നമുക്ക് കിട്ടിയ ഡോ യു ബൈ ഡോ വൈയുടെ എക്സ്പ്രഷൻ, അതുപോലെ ഡോ യു ബൈ ഡോ സെഡിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇങ്ങനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓരോന്നായിട്ട് എഴുതിയിട്ട് സമയം കളയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ. ഇവിടെ ഒരു എക്സ് കട്ട് ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഇസഡ് ബൈ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ ടി. അടുത്ത ടേം മൈനസ് ഒരു വൈ ക്യാൻസൽ ചെയ്തു പോകും. മൈനസ് എക്സ് ബൈ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ പ്ലസ് y by z into dou u by dou s plus not plus minus y by z into z ഒരെണ്ണം ക്യാൻസൽ ചെയ്തു dou u by dou s then z by x into dou u by dou. Now look here, there are two terms in x by y into dou u by dou r. One is plus, other is minus. So you can cancel that. Then minus z by x into dou u by dou t and plus z by x into dou u by dou t. So you can cancel that also. Now look at the remaining terms. That also plus and minus. So everything get cancelled. So the answer is 0. Hence proved. അപ്പൊ ഇന്ന് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത്തരം ഈ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കിയാൽ ഈ ഒരു ഐഡിയയിൽ വരുന്ന മറ്റു പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.